അപ്പോൾ കൂടുതൽ ദുഷ്കരമായ ഒരു തിരച്ചിൽ നടക്കുന്നത് ചാലിയാർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജംഷീർ, അതിലൊരു കാര്യമുള്ളത്, ഇന്നലെ 3 പേരെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി അവരവിടെ കുടുങ്ങിപ്പോയി, അവരെ രക്ഷിച്ചു. സൈന്യം അതിനു വേണ്ടി തയ്യാറായതുകൊണ്ട് നമുക്കത് ആ കാര്യത്തിലൊരു അപകടമൊന്നും സംഭവിച്ചില്ല. പക്ഷേ അത്ര തന്നെ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് ഇത്രയും ഫോഴ്സിനെ നിയോഗിക്കുമ്പോൾ, ഇത്ര ആളുകളെയും ഇത്രയധികം സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ നിയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ മുഴുവൻ ഫോഴ്സുകളുമുണ്ട്. ഈ കാടറിയുന്ന ഫോറസ്റ്റുകാരുണ്ട്, മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ആളുകളും ഇവരുടെ കൂട്ടത്തിൽ പോകുന്നത്. എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനുള്ള ആളുകൾ കൂടെയുണ്ട്. അപ്പം പ്രധാനമായും മുന്നിൽ നയിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, കാടറിയുന്നവരാണ്. ഒപ്പം ട്രൈബൽസ് ഉണ്ട്. ഇവിടുത്തെ ഈ പുഴയ്ക്കപ്പുറം ട്രൈബൽസ് ആണ്, അവരുണ്ട്, ഇവിടുത്തെ നാട്ടുകാരായ ആളുകളുണ്ട്. അപ്പോൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം കൃത്യമായി അറിയാം, ഇപ്പം എത്ര കിലോമീറ്റർ പോയാൽ നമുക്ക് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര ദൂരം പോയാൽ ഇത്ര സമയം കൊണ്ട് തിരിച്ചിറങ്ങാൻ കഴിയും, അത്രയും ദൂരം പോവുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇവിടുന്ന് പുറപ്പെടുകയാണ് അവർ. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ട് മാക്സിമം ദൂരം പോവുക, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ, അതായത് ഉൾവനമാണ്, വലിയ തരത്തിൽ ഈ വന്യമൃഗശല്യങ്ങളുള്ള പ്രദേശമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങണം എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് തിരിച്ച് ഇവിടെ എത്തണം. അപ്പോൾ അത്ര ദൂരം എങ്ങനെ നമുക്ക് തിരിച്ചെത്താൻ കഴിയും? ആ ദൂരം ആയിരിക്കും പോവുക. അത് കൃത്യമായി ചാർട്ട് ചെയ്ത് ആ രീതിയിൽ കൃത്യമായ ഒരു സജ്ജീകരണങ്ങളോട് കൂടി, സംവിധാനങ്ങളോട് കൂടി അതിന് പ്രാഗൽഭ്യം നേടിയ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, ആരെല്ലാം പോകുന്നു, എവിടെ നിന്നെല്ലാം പോകുന്നു എന്നതിൻ്റെ കൃത്യമായ കണക്ക്, കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തുനിന്ന് തന്നെയുള്ള ഉടനീളമുള്ള സന്നദ്ധ പ്രവർത്തകർ, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാകുന്ന കാഴ്ചയുണ്ട്. അവർക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകാൻ ഉദ്യോഗസ്ഥരുണ്ട്. അതായത് പോലീസ് SICI റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരു വലിയ വിഭാഗം, ഒരു കൂട്ടം ആയി, ഓരോ കൂട്ടമായിട്ടാണ് ഒരു വലിയ. അതിലൊരു കാര്യമുള്ളത് ജംഷീർ, ഇപ്പോ ഈ പുഴ മുറിച്ചു കടക്കുക എന്നത് അങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഓർക്കുന്നില്ലേ ജിൽസി? പകുതി വരെ എത്തിയിട്ട് തിരിച്ചു പോകേണ്ടി വരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ അത് ട്രെയിൻഡ് അല്ലാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ പ്രദേശത്തെ ആളുകൾക്ക് മാത്രമാണ് അതിനുള്ളൊരു കഴിവുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അവരുടെ സഹായത്തോടു കൂടിയാണോ ഇന്നിപ്പോൾ ഈ പുഴ മുറിച്ചു കിടക്കുക എന്ന് പറയുന്ന ആ ഒരു സാഹസ പ്രവൃത്തി എങ്ങനെ നടക്കും? അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് കയറിയാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും ആദ്യം ജംഷീർ റിപ്പോർട്ട് ചെയ്ത ആ സംഗതി ഉണ്ടല്ലോ, അതായത് അതിനുള്ളിലേക്ക് പോയി അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, അത് കൊണ്ടുവരണമെങ്കിൽ തന്നെ അങ്ങോട്ട് നമുക്ക് വേറെ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തിയാൽ അത് എത്തിക്കാൻ കഴിയുക? ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രബോധ്, അതായത് അതിനു വേണ്ട കയറുകൾ അല്ലെങ്കിൽ വടങ്ങൾ, ആ മൃതദേഹം കണ്ടെത്തിയാൽ അത് എടുക്കാനായി പ്രത്യേക ആളുകൾ, അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും, അതായത് മൃതദേഹങ്ങൾ കണ്ടാൽ അത് അപ്പോൾ തന്നെ എടുക്കാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിട്ട് തന്നെയാണ് ഇന്നത്തെ ഇവിടെ നിന്നുള്ള യാത്ര തിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉൾവനങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി അത് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള റിസ്ക് ആയിരുന്നു. അക്കാര്യം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനുകൂടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ്, എന്ന് വെച്ചാൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ പുഴ മുറിച്ചു കടക്കുക എന്നുള്ളത് അത് ഇവിടെ ഇവിടുത്തെ ആളുകൾ, അതായത് നാട്ടുകാരായ ആളുകൾ, അതോടൊപ്പം തന്നെ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ സഹായത്തോടു കൂടിയായിരിക്കും ഇത്തരത്തിൽ ഈ പുഴ മുറിച്ചു കടക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഇപ്പം പ്രമോദ് ചോദിച്ച മറ്റൊരു കാര്യം, ഇപ്പം അത് നമുക്ക് ജില്ലാ പോലീസ് മേധാവിയോട് തന്നെ ചോദിക്കാം. ഇപ്പം ഉൾവനങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനോ അല്ലെങ്കിൽ അത് പിക്ക് ചെയ്യാനുള്ള സംവിധാനം എങ്ങനെയാണ്?
അത് തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ വന്ന് അങ്ങനെയല്ലേ കൊണ്ടുവന്നിരുന്നത്. അവരെ ഓരോ പ്ലാസ്റ്റിക് ഇതിലൊക്കെ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും അതിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട്. നമ്മൾ ഒരു സെക്കൻഡ് സ്റ്റേജ് അതെ ട്രാക്ടർ കയറി പോകുന്നുണ്ട്. കുമ്പളപ്പാറ ട്രാക്ടർ പോകുന്നുണ്ട്. പ്രശ്നമില്ല, മറ്റ് സ്ട്രാറ്റജി നോക്കുന്നുണ്ട്. ദിവസങ്ങളിലൊക്കെ ഇതാ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നത് കുമ്പളപ്പാറ വരെ ട്രാക്ടർ പോകുന്നുണ്ട്. സുഖമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരാവുന്ന കാര്യമുള്ളൂ. പിന്നെ അവിടെ നിന്ന് അത്ര ദൂരം വരുന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട്. അല്ലാതെ തന്നെ വേറെ മാർഗ്ഗങ്ങൾ അപ്പം നോക്കാം. എന്തായാലും കിട്ടുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അത്തരത്തിലാണ്. അതായത് മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി എത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ജില്ലാ പോലീസ് മേധാവി നമ്മോട് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാസ് തിരച്ചിൽ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോത്തുകല്ല് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആണ് ഈ ഒരു തിരച്ചിൽ നടക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ജംഷീർ, ഈ പറയുന്ന